ടോക്സിക്. എൻ്റെ മോനെ ഫിലിമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടല്ലോ, വെടിവെച്ചാൻ കോവിലിലെ വെടിവെച്ചാൻ സ്വാമി അദ്ദേഹത്തിൻ്റെ കഥയാണ് കേട്ടോ. ചരിത്ര പ്രസ്ഥാനമായൊരു കഥയാണ് പറയുന്നത്. ഇയാളിങ്ങനെ വെടിവെച്ച് 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 നടക്കുകയാണ്. പല രീതിയിലെ വെടികളും വെക്കുന്നുണ്ട്. ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോറി, ഫിലിം കാണാൻ ആരും തിയേറ്ററിലേക്ക് പോരും കേട്ടോ. ആരെയും കണ്ടവരുടെ അഭിപ്രായങ്ങൾ മാത്രം കേട്ടാൽ മതി. ഓണത്തിൻ്റെ ഇന്നത്തെ ദിവസം രാവിലെ 10 മണിയുടെ ഷോക്കാണ് സിനി പോലീസിൽ ഞാൻ പോയത്. ഓക്കെ, ഫിലിം ഏകദേശം 3 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. അതിനിടയിൽ ഇൻ്റർവെൽ സമയത്ത് ഇവരെ ആഡും കുറേ. അതൊക്കെ കഴിഞ്ഞൊരു 3.5 മണിക്കൂറോളം തിയേറ്ററിൽ ഓണത്തിൻ്റെ ദിവസം വേസ്റ്റ് ആക്കിയിട്ട് വന്നിരിക്കുന്നതാണ് ഞാൻ. ദയവ് ചെയ്ത് തിയേറ്ററിൽ വേറെ ഏതെങ്കിലും ഫിലിം കാണാൻ പോയി ടിക്കറ്റ് കിട്ടാതെ പോലും ടോക്സിക്കിൻ്റെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഫിലിം കാണാൻ നിൽക്കരുത്. കാരണം 3.5 മണിക്കൂർ വട്ടായിപ്പോവും ചിലപ്പോൾ തിയേറ്ററിൽ ഇരുന്നിട്ട്. ഗീതു മോഹൻദാസ് എന്ന് പറയുന്നൊരു ആക്ട്രസ്, അല്ലെങ്കിൽ അവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചില കാര്യങ്ങളെ പറ്റി പരാമർശിക്കുകയും അങ്ങനെ ചില മമ്മൂക്കയുടെ സിനിമയായിട്ട് കസബയായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കും. അവരുടെ ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അത്തരം ഒരു സംവിധായകയുടെ ഫിലിം അല്ലെങ്കിൽ ഒരു ആക്ട്രസിൻ്റെ ഫിലിമിൽ എന്തൊക്കെയാണ് കാണിച്ച് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറയാനും പറ്റില്ലല്ലോ. അത്രയും മോശമാണ്. ഒരു കുട്ടിയോ അല്ലെങ്കിൽ അമ്മമാർക്കോ ഒരു ഏന്ന് ഉദ്ദേശിച്ചതിൽ ഒരു ചെറിയൊരു ഒന്നും മാത്രമല്ല, ഇയാളൊരു എന്താ ഞാൻ പറയാം, പല സ്ത്രീകളുമായിട്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെ മാറി 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 സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഈ ചില തെലുങ്ക് ഫിലിമൊക്കെ വരുമ്പോൾ ഒരു ആക്ഷൻ കഴിഞ്ഞ് അപ്പോഴൊരു പാട്ട്, അതുപോലെയാണ് ഇന്നത്. ഒരു 5-6 പോരാൻ തോന്നുന്നു. അത്രത്തോളം ഇങ്ങനെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സീൻസ് ഇങ്ങനെ മാറി മാറി കാണിക്കും. ഇയാൾ ആൾക്കാരെ കൊല്ലാനും മറ്റു പല കാര്യങ്ങൾക്കാണ് ഈ വെടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ സമയം കളയാനായിട്ടുള്ള ഒരു ചിത്രം. പിന്നെ ഇതിനു വേണ്ടിയിട്ട് കുറേ പൈസയൊക്കെ മുടക്കിയിട്ട് എടുത്തതെന്ന് നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം വെച്ചാൽ നല്ല നല്ല ഫ്രെയിംസ് ഉണ്ട്, കുറേ ഫ്രെയിം വർക്ക്സ് ഉണ്ട്, വൃത്തിയുള്ള നല്ല ഫ്രെയിം വർക്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ യാഷ് എന്തിനാണ് ഇത്തരത്തിലൊരു പടത്തിൽ പോയി ആക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫിലിം ഇവർ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് കാണുന്നൊന്നും ഉണ്ടാവില്ലേ? ഇത് തിയേറ്ററിലെത്തിയായിരിക്കും എന്തായാലും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത് ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഒരു ട്രിപ്പായിട്ട് ഇവരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവാം. ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഓണ ദിവസം എന്നെപ്പോലെ തിയേറ്ററിൽ നിന്ന് കണ്ട എല്ലാവർക്കും 3.5 മണിക്കൂർ വേസ്റ്റാണ്, ടോട്ടൽ വേസ്റ്റ് ആയിട്ടുള്ളൊരു പടം. നയൻതാരയൊക്കെ ഉണ്ട് കേട്ടോ. നയൻതാരയൊക്കെ നമ്മളൊരു പ്രീമിയം ആക്ട്രസ് ആയിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. നയൻതാരയൊക്കെ അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ആ ഒരു ക്യാരക്ടറിനൊരു വാല്യൂ ഉണ്ട്. അവർ പറയുന്ന ഒരു സ്റ്റോറിയിൽ ആ ക്യാരക്ടറിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂയെ പോലും ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത തരംതാണ അഭിനയം തന്നെ പറയാം നയൻതാരയുടെ. പിന്നെ യാഷിനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവരിങ്ങനെ വെടിവെക്കുന്നു, ഫൈറ്റ് സീന്, അങ്ങനത്തെ ഒരു എയർ റിലേറ്റഡ് ആയ കാര്യങ്ങൾ, അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത, അല്ലെങ്കിൽ സ്റ്റോറിയെ അല്ലെങ്കിൽ ഈ കഥ തന്തു എന്നൊക്കെ പറയണ്ടല്ലോ, അതിനെയൊന്നും താങ്ങി പിടിക്കാത്ത, അല്ലെങ്കിൽ തൊട്ടു തീണ്ടാത്ത, കഥയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് പോലും ഇല്ലാതെ കഥ ഒരു വശത്തേക്ക് പോകുന്നു, സ്റ്റോറി എടുത്തേക്ക് പോകുന്നു, ഇവരെ അഭിനയം വേറെ എടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു വൃത്തികെട്ട ഫിലിം. തിയേറ്ററിൽ നിന്ന് അവസാനം എനിക്ക് എഴുന്നേറ്റ് പോകാനൊക്കെ തോന്നി കേട്ടോ. ഇതിലൊരു താടി വെച്ച ആശുണ്ട്, പിന്നെ താടി മീശൊക്കെ ട്രിം ചെയ്തിട്ടൊരു ആശുണ്ട്. അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു മകൻ പാസം എന്ന് പറയാനും പറ്റില്ല, അല്ലെങ്കിൽ അച്ഛനോടുള്ള പാസം എന്നും പറയാൻ പറ്റില്ല. യാഷിൻ്റെ ഒരു മകനായിട്ടുള്ളൊരു ആക്ടിങ് ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ യാഷ് എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് ഈ KGF പോലത്തെ എന്താ പറയുക, അങ്ങനെ ഒരു ആക്ടിങ് ചെയ്യുന്നതിലായിരിക്കും കുറേ അലർച്ചയും ബഹളവും. ഇതല്ലാതെ ഒരു ആക്ടിങ് ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ യാഷിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. യാഷിൻ്റെ കരിയർ ബ്രേക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിനോടുള്ളൊരു എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർക്ക് തോന്നിയ ഇഷ്ടമൊക്കെ വറ്റിപ്പോകാൻ സാധ്യതയില്ല ഒരു മോശം ഫിലിമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാൻ പോലും മടിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഇതിനെപ്പറ്റി പറയണ്ടേ എന്ന് തോന്നുന്ന ഒരു വൃത്തികെട്ട ഫിലിം. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ഞാൻ ഒരു ഫിലിമിനെ കുറിച്ചും ഇത്രയും ഇതായിട്ട് പറയാം. കാരണം വെച്ചാൽ ഈ ഓണ ദിവസം വളരെയധികം പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോയിട്ട് കണ്ട കാട്ടാണത്. എനിക്ക് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, എന്താ പറയുക, എൻ്റെ ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ഓണത്തിൻ്റെ രാവിലത്തെ 3-4 മണിക്കൂറാണ് ഞാൻ ഉച്ചയ്ക്ക് 2 മണി 3 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അത്രയും സമയമാണ് ആ ഒരു വേസ്റ്റ്
പടം കണ്ടു. ഞാൻ വെച്ചാൽ അവസാനം ടെയിൽ എൻഡിലെങ്കിലും ഒരു ലൂപ്പ് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അവസാനത്തെ അരമണിക്കൂറെങ്കിലും ഫിലിമിനെ മൊത്തമായിട്ട് ഹോൾഡ് ചെയ്യാനൊരു കാര്യമാണ്. ഇവരൊക്കെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ വേറെ എന്തോ വലിയ സംഭവങ്ങളൊക്കെയാണ്. കുറേ ആക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനെയും ഈ എന്താ പറയുക, ഒരു ഒരു വൃത്തികെട്ട രീതിയിൽ ഫിലിമിൽ ഉപയോഗിച്ചു എന്നല്ലാതെ ഒരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സുമായിട്ടോ എപ്പോഴും കാണാൻ പോകാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. പക്ഷേ അബദ്ധവശാൽ കയറിയാൽ പോലും കണ്ടിരിക്കാൻ പറ്റാത്ത അത്രയും വൾഗറായിട്ടുള്ള, അല്ലെങ്കിൽ ലോജിക്ക് വേസ് വൾഗറാണ് കേട്ടോ, അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ സീൻ ബൈൽ വൾഗർ എന്നല്ല പറയുന്നത്, ലോജിക്ക് വൈസ് വൾഗർ, ഒരു സ്റ്റോറി ബേസ് സീറോ, ആക്ഷൻ ബേസ് എന്ന് പറയുക ആക്ഷൻ ഇപ്പോൾ ഒരു റീസൺ ഇല്ലാതെ എന്തിനും കുറേ ഫൈറ്റും കാര്യവും വെടിവെപ്പ് കണ്ടാൽ നമുക്കൊരു ഇതുണ്ടാവുമോ? അങ്ങനത്തെ ഒരു വൃത്തികെട്ട, അല്ലെങ്കിൽ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മാറ്റി അലൈൻമെൻറ്റ് ചെയ്തൊരു വൃത്തികേടാക്കിയൊരു പടം. ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന ഒരു സംവിധായകയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇത്ര മാത്രമാണെന്ന് നിങ്ങൾ വീണ്ടും തെളിയിച്ചു തന്നു. യാഷ്, എന്താ പറയുക, നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. നിങ്ങളെ ഏറ്റവും മോശം ആക്ടിങ്, എന്താ പറയുക, അവസാന നിമിഷമൊക്കെ ഒരു വളരെ മോശം. ചിലപ്പോൾ അത് മലയാളത്തിൽ കണ്ടുകൊണ്ടായിരിക്കണം. മലയാളത്തിൽ ചില ഡയലോഗ്സൊക്കെ തിയേറ്ററിൽ ഉണ്ടാക്കിയ ചിരി ഉണ്ടല്ലോ, ഈ ഫിലിം കണ്ടിട്ട് ഈ മലയാള സീരിയലിനേക്കാളും തരം താഴ്ന്ന ഡയലോഗ്സൊക്കെ ചില ഏരിയകളിൽ വരുന്നുണ്ട് കേട്ടോ. പച്ച ചീത്തയൊക്കെ വിളിച്ചു പറയുന്ന ഏരിയയുണ്ട്, അങ്ങേയറ്റം തരം താഴ്ന്ന ഡയലോഗ്സൊക്കെ സംസാരിക്കുന്ന ഏരിയയുണ്ട്. അതൊക്കെ കേട്ട് നമുക്ക് ചിരിയാണ് വന്നത്. അതുമാത്രമാണ് തിയേറ്ററിൽ പോയിട്ട് ആകെ കിട്ടിയൊരു ഹാപ്പിനെസ് എന്ന് പറയാം. അത്രയും വേസ്റ്റായിട്ട് കണ്ട, അല്ല ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും മോശം ഫിലിം. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും അബദ്ധവശാൽ പോലും ഈ ഫിലിമിൻ്റെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലേക്ക് കയറാൻ പോകരുത്. ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമുണ്ട്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഫിലിം കണ്ട് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെ എൻ്റെ കൂട്ടുകാർക്ക് അടുത്തിരുന്ന എല്ലാവർക്കും, നിങ്ങൾ ആരോട് ചോദിച്ചതിനൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അബദ്ധവശാൽ പോലും നിങ്ങൾ തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറരുത് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തോട് പറയും. നിങ്ങൾക്ക് നിങ്ങളിത് ഇഷ്ടത്തിൽ ചെയ്യാം, പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. കാരണം തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റിയൊരു ഫിലിമല്ല അത്, വീട്ടിലിരുന്നും കാണാൻ പറ്റില്ല, അത് കാണാനേ പറ്റുന്നൊരു ഫിലിമല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഫിലിമിൻ്റെ ആസ്വാദന രീതി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഈ ലോകത്തിന് മുഴുവൻ ഇഷ്ടപ്പെടാത്ത ഫിലിം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ എനിക്ക് അറിയാവുന്നവരോടും എൻ്റെ കൂടെ നിൽക്കുന്നവരോടൊന്നും ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഈ ഫിലിം കണ്ടു നോക്കണമെന്നോ ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അത്രത്തോളം ഒരു മോശം സിനിമ. യാഷിൻ്റെ കരിയറിൽ ഈ ഫിലിം കൊണ്ട് അദ്ദേഹത്തിന് തട്ട് തന്നെ താഴാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ ഈ ഫിലിമിനെ എങ്ങനെയാണ് ഒരു വീഡിയോ ആയിട്ട് സംസാരിക്കേണ്ടതെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും തരം താഴ്ന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് ഫിലിം കാണാം. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും അവരവരുടെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഫിലിമിൻ്റെ ആസ്വാദന രീതി. അപ്പോൾ വീണ്ടും ഇതുപോലൊരു ഫിലിമായിട്ട് കാണാം. ഇതുപോലത്തെ ഒരു ഫിലിമായിട്ട് ഇനി ഞാൻ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിലുപരി ഇത്തരത്തിലൊരു ഫിലിമുകൾ ഇറങ്ങാതിരിക്കട്ടെ. എന്താ പറയുക, ഒരു സ്റ്റോറിയോ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ, സ്റ്റോറി ഒരു സൈഡിലേക്ക് പോകുന്നു, ആക്ടിങ് ഒരു സൈഡിലേക്ക് പോകുന്നു, എന്താ പറയുക, എൻ്റെ ഡയലോഗ് ഡെലിവറി ഒരു സൈഡിലേക്ക് പോകുന്നു. ഒന്നും ഒരു മാച്ചാവാത്ത രീതിയിൽ ഒരു ഓണത്തിന് സമയത്ത് ഒരു അവിയൽ പരിപോലൊരു സാധനം അതിൻ്റെ അന്ന് ചിന്നിച്ചിതറി എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, വല്ലതും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കിട്ടിയാലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.